തീർച്ചയായിട്ടും. കാരണം മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടത് ഭരിച്ചു, വലത് ഭരിച്ചു, എല്ലാം നമ്മൾ കണ്ടു. ഇനിയൊരു അവസരം ബി ജെ പിക്കും കൂടി കൊടുത്താലല്ലേ ബി ജെ പിയുടെ ഭരണം എന്താണ് എന്ന് അത് ത്രിതല പഞ്ചായത്തിലും കൂടി നമ്മൾ അറിയണമല്ലോ. സാധാരണക്കാരുടെ തൊട്ടടുത്ത് നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നവരാണ് ഈ ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലേഴ്സായാലും മെമ്പേഴ്സായാലും. അപ്പോൾ അവർ ജനം ആഗ്രഹിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം. നല്ലൊരു വ്യക്തിത്വം ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ബി ജെ പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിൽ ജയിച്ചിരിക്കും. അതായത് സുരേഷ് ഗോപി ഇപ്പോൾ 20 MP-മാരോടൊന്ന് ജയിച്ചു പോയിട്ടും ഇപ്പോഴും മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പേര് അങ്ങോരുടെ പേര് മാത്രമാണല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നമുക്ക് മനസ്സിലാവും. വ്യക്തിപ്രഭാവം അനുസരിച്ച് ഒരു 20% വോട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആ വോട്ടുകൾ പുറത്തേക്ക് പോകാൻ വേറൊരു ആൾട്ടർനേറ്റീവ് കാൻഡിഡേറ്റ് പെരിഞ്ഞാലക്കുടയിൽ ഇല്ലല്ലോ. വലിയ അഭിപ്രായമൊന്നുമില്ല. ഇവിടെ ഒരു ഭരണം ജസ്റ്റ് അങ്ങനെ നടക്കുന്നു. ഇവിടെ റോഡുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇവരുടെ ഭരണം എന്നുള്ളത്. അത് ഒരു സാധാരണ ഭരണം, അതിൽ പ്രത്യേകിച്ച് പറയാനും മാത്രമൊന്നും ഇല്ല ഇവരുടെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു ചേച്ചി? സിന്ധു. ചേച്ചി, ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷന് സുരേഷ് ഗോപിക്ക് വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചൊരു മണ്ഡലമാണിത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടായി. അപ്പോൾ വരാനിരിക്കുന്നൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ BJP വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടത് ഭരിച്ചു, വലത് ഭരിച്ചു, എല്ലാം നമ്മൾ കണ്ടു. ഇനിയൊരു അവസരം ബി ജെ പിക്കും കൂടി കൊടുത്താലല്ലേ ബി ജെ പിയുടെ ഭരണം എന്താണ് എന്ന് അത് ത്രിതല പഞ്ചായത്തിലും കൂടി നമ്മൾ അറിയണമല്ലോ. സാധാരണക്കാരുടെ തൊട്ടടുത്ത് നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നവരാണ് ഈ ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലേഴ്സായാലും മെമ്പേഴ്സായാലും. അപ്പോൾ അവർ ജനം ആഗ്രഹിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം. നല്ലൊരു വ്യക്തിത്വം ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ബി ജെ പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിൽ ജയിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി അല്ലേ? അതെ. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? 25 വർഷത്തോളമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ അവരുടെ ഒരു പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വളരെ മോശമായിട്ടാണ്. കാരണം റോഡുകളെല്ലാം ശോചനാവസ്ഥയിലാണ്. വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. കുഴിയെന്ന് പറയാൻ പറ്റില്ല, കുളം പോലെയാണ് റോഡ് കിടക്കുന്നത്. പിന്നെ ബൈപ്പാസ് റോഡുകൾ വരെ, നമുക്ക് വൺ വേ വരുന്ന റോഡുകൾ വരെ ഭയങ്കരമായിട്ട് കുഴിയും കുണ്ടും കുഴിയായിട്ട് നമുക്ക് യാത്രയ്ക്ക് ഒരു അനുയോജ്യമായ ഒരു വഴിയല്ല. അതുപോലെ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ളപ്പോൾ പിന്നെ വണ്ടിയിൽ പോകുന്ന കാര്യം ദുർഘടമല്ലേ. പല അപകടങ്ങൾ നടക്കുന്നുണ്ട് ഈ റോഡിൻ്റെ ബുദ്ധിമുട്ടുകൾ. പിന്നെ മതിയായ സ്ഥലങ്ങളിൽ കറണ്ടില്ല, ലൈറ്റില്ല, വെളിച്ചമില്ല, അങ്ങനെ ട്യൂബ് ലൈറ്റുകൾ കത്തുന്നില്ല. അങ്ങനെയുള്ള പരാതികളും പലയിടത്തുനിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെ ആണ്. നമുക്ക് വളരെ ശോചനീയാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിൽ വെച്ചിട്ട് നോക്കുമ്പോഴും വളരെ ഒരു എന്താ പറയുക, മോശമായ ഒരു ഇതിലാണ് പോകുന്നത് ഭരണമാണ് ഇപ്പോഴത്തെ ഇതിൽ. ഇപ്പോൾ MP-യുടെ അല്ലെങ്കിൽ തൃശ്ശൂർ MP, നിങ്ങളുടെ MP-യുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആള് നല്ലൊരു വ്യക്തിയല്ലേ, നല്ലൊരു വ്യക്തിത്വമല്ലേ. ആള് ഇപ്പോൾ ഇതിൽ വരുന്നതിന് മുൻപായാൽ പോലും വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. അതായത് സാമൂഹിക പ്രവർത്തനം. പുള്ളി അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു രൂപ പോലും ആൾ സാലറി ആയിട്ട് കൈപ്പറ്റിയിട്ടില്ല. മുഴുവനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾ കൊടുക്കുക. അങ്ങനെയുള്ള ഒരാൾ എവിടെയുള്ള ഇന്ന് വരെ ഉണ്ടോ? കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളെ പറ്റിയിട്ട് എന്ത് പറയാനാണ് കൂടുതൽ? വളരെയധികം നല്ല ഒരു അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും. ഇതുവരെയ്ക്കും നമ്മൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്. വളരെ നല്ല ഒരു അഭിപ്രായമാണ് ആളെ പറ്റിയിട്ട്. സുരേഷ് ഗോപി വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ BJPക്ക് ത്രിതല പഞ്ചായത്തിലും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനമാണ്. ഇരിഞ്ഞാലക്കുടയിൽ ക്രിസ്ത്യൻ വോട്ടെല്ലാം പ്രധാനമാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ BJPക്ക് ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ?
ക്രിസ്ത്യൻസിൻ്റെ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പാർലമെൻറ്റ് വോട്ടിലും അത് വന്നിട്ടുണ്ടല്ലോ. ക്രിസ്ത്യൻസിൻ്റെ വോട്ടുകൾ നല്ല ഒരു ഭൂരിപക്ഷം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതേ രീതിക്ക് തന്നെ ഇപ്പോഴും അവർ ആ ഒരു ചിന്തയിൽ, അതായത് ഒരു മാറ്റം ആവശ്യമാണെന്ന് അവരുടെ ഇടയിൽ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവർ BJPക്ക് ചെയ്തേ ആവണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? രാജേഷ്. ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ വോട്ടറാണ്. അതെ, ഈ വാർഡിൽ തന്നെയുള്ള വോട്ടറാണ്. ചേട്ടാ ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ UDF അധികാരത്തിലെത്തി. ഏകദേശം ഒരു 25 വർഷമായിട്ട് അവർ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അതിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? സുരേഷ് ഗോപി ജയിക്കാൻ വ്യക്തിപരമായിട്ടുള്ള വോട്ടും പിന്നെ പാർട്ടി വോട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുട ഇപ്പോൾ ഈ സുരേഷ് ഗോപി ജയിക്കണേക്കാൾ മുമ്പ് തന്നെ 8 സീറ്റ് കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ്. അതിന് മുമ്പ് തന്നെ 10,40,000 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഇവിടെ BJP ജയിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബേസ് വോട്ടുകൾ നിലനിൽക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നെല്ലാം BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വോട്ട് ഇത്തവണ വീണ്ടും അവർക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടോ? അതായത് സുരേഷ് ഗോപി ഇപ്പോൾ 20 MP-മാരോട് നിന്ന് ജയിച്ചു പോയിട്ടും ഇപ്പോഴും മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പേര് അങ്ങോരുടെ പേര് മാത്രമാണല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നമുക്ക് മനസ്സിലാവും. വ്യക്തിപ്രഭാവം അനുസരിച്ച് ഒരു 20% വോട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആ വോട്ടുകൾ പുറത്തേക്ക് പോകാൻ വേറൊരു ആൾട്ടർനേറ്റീവ് കാൻഡിഡേറ്റ് പെരിഞ്ഞാലക്കുടയിൽ ഇല്ലല്ലോ. വേറെ ആരാ കാൻഡിഡേറ്റ് ഉള്ളത്? ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ്റെ വിഷയമാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചോദിക്കുന്നത്. കാരണം ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ BJP 1ാം സ്ഥാനത്തെത്തിയാണ് ആ സമയത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ. അപ്പോൾ അത് BJPക്ക് ഇത്തവണ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലെത്താൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ നിലവിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിഞ്ഞാലക്കുട ഉണ്ടോ? അതായത് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഏകദേശം ഇരിഞ്ഞാലക്കുടയിൽ അത്ര വലിയ സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലോ. ഇടതുപക്ഷത്തിന് കരുവന്നൂർ ബാങ്കും കോൺഗ്രസ്സിന് ITC ബാങ്കും രണ്ടും പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, സാധ്യതയില്ല. വളരെ അവരുടെ ബേസ് വോട്ടേഴ്സ് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളെ MP കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണോ നിങ്ങൾ? സംതൃപ്തരാണെന്ന് വെച്ചാൽ ഒരു MP ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു 4 വർഷം കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? ഉറപ്പായിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ആളെ ജയിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ പിന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ വർക്ക് അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനി റോഡുകളുടെ കാര്യം മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണമായിട്ട് പുള്ളിയുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫിഷ് മാർക്കറ്റ്, പിന്നെ മണ്ണൂത്തിയിലെ റോഡ്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, അതായത് തിരൂർക്കുള്ള ആ പുതിയ ഒരു സംഭവം, അതെല്ലാം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിനേക്കാൾ ഉപരി ഇവിടെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി മാത്രം അല്ലല്ലോ. അപ്പോൾ ആ ടീം എത്രത്തോളം വർക്ക് ചെയ്യണമെന്നനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റി ഭരണം, കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ പറ്റിയിട്ട് എന്താണ് ചേട്ടൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? എന്താണ്? വലിയ അഭിപ്രായം എന്നല്ല. ഇവിടെ ഒരു ഭരണം ജസ്റ്റ് അങ്ങനെ നടക്കുന്നു. ഇവിടെ റോഡുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇവരുടെ ഭരണം എന്നുള്ളത്. അത് ഒരു സാധാരണ ഭരണം, അതിൽ പ്രത്യേകിച്ച് പറയാനും മാത്രമൊന്നും ഇല്ല ഇവരുടെ. ഇവിടെ ക്രിസ്ത്യൻ വോട്ടർമാർക്ക് അത്യാവശ്യം സ്വാധീനമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് ഇരിഞ്ഞാലക്കുട. അപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ അവരുടെ വോട്ടുകൂടി BJPക്ക് ലഭിച്ചാൽ മാത്രമായിരിക്കുമല്ലോ ഈ ഭരണം എന്നുള്ള സംഭവത്തിലേക്ക് എത്താൻ സാധിക്കുക ഒരു പരിധിവരെ. അതിനുള്ള സാധ്യത എങ്ങനെയാണ്? ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്? ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറയുമ്പോൾ 43 മണ്ഡലത്തിൽ എത്ര വാർഡുകളിലാണ് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളത്? എനിക്ക് തോന്നുന്നു ചന്ത അങ്ങനെ കുറച്ച് വാർഡുകളിൽ മാത്രമാണ് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അത് അല്ലാതെ ഒരു 10-30 വാർഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ 30 വാർഡുകളിൽ ആർക്കാണോ വോട്ട് കൂടുതൽ കിട്ടുന്നത് അവരാണ് ജയിക്കുക. അത് ക്രിസ്ത്യൻ ഇതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് ആ ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും. ഇപ്പോൾ പല ക്രിസ്ത്യൻസും BJPയോട് അനുകൂലമായിട്ട് ആണ്. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പല ഫ്രണ്ട്സുകൾ, എൻ്റെ കൂടെ അധികം പഠിച്ചൊരു ക്രിസ്ത്യാനികളാണ്. അവരെല്ലാവരും ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും BJP സപ്പോർട്ടേഴ്സായിട്ടാണ് കാണുന്നത്. കുറച്ച് പേര് മാത്രമേ
മാറി നിൽക്കുന്നവരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സ്വാധീനം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു മുഖ്യ പ്രതിപക്ഷം ഈ മുനിസിപ്പാലിറ്റിയിലെ CPM ആണല്ലോ. അപ്പോൾ CPM-ൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് ജനങ്ങൾ അവരെങ്ങനെയാണ് കാണുന്നത്? മുഖ്യ പ്രതിപക്ഷം അവരാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക സമരമായാലും അതിൻ്റെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് BJP കൗൺസിലേഴ്സ് തന്നെയല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ CPM എന്താണ് ഇവിടെ ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അവരിവിടെ എന്ത് സമരം അവർ നടത്തിയേക്കുന്നത്? ഇപ്പോൾ ITC-യുടെ ഇത് വന്നു, അല്ലെങ്കിൽ കരുവന്നൂർ പ്രശ്നം വന്നു. അങ്ങനെ ഇവിടുത്തെ ഏത് പ്രശ്നങ്ങൾക്കാണ് CPM മുൻകൈ എടുത്തേക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും.